ഹായ് വെൽക്കം ടു ഈസി എക്സൽ. ഇന്ന് നമ്മൾ നെസ്റ്റഡ് ഈഫ് ഫംഗ്ഷനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സലിലെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. രണ്ട് വാല്യൂസ് തമ്മിലുള്ള ലോജിക്കൽ കമ്പാരിസൺ ആണ് ഈ ഫംഗ്ഷനിൽ ചെയ്യുന്നത്. അതിനകത്ത് നമുക്കതിൽ റിസൾട്ട് എന്ന് പറയുന്നത് രണ്ട് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഒന്ന് ട്രൂവും രണ്ടാമത്തത് ഫോൾസും. ലാസ്റ്റ് വീഡിയോ ഈ ഫംഗ്ഷനെ പറ്റിയിട്ടായിരുന്നു. അത് എക്സാമ്പിൾ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നതെന്നുള്ളത്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ കാണുക. നെസ്റ്റഡ് ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഈ ഫംഗ്ഷനുള്ളിൽ വേറെയും ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിനെയാണ് നെസ്റ്റഡ് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നെസ്റ്റഡ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്കംസും കൂടുതലായിരിക്കും. കൂടുതൽ റിസൾട്ട് രണ്ടിൽ കൂടുതലായിരിക്കും. നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിന് രണ്ട് റിസൾട്ടേ കാണുകയുള്ളൂ. പക്ഷേ നെസ്റ്റഡ് ഈ ഫംഗ്ഷൻ ചെയ്യുമ്പം അതിന് രണ്ടിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റയിൽ സ്റ്റുഡൻസിൻ്റെ പേരും മാർക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഓവർ 65 എന്നുള്ളത് എക്സലൻറ്റും, 65 to 45 ഗുഡ്, 44 to 25 സാറ്റിസ്ഫാക്ടറി, അണ്ടർ 25 താഴെയാണെന്നുണ്ടെങ്കിൽ പുവർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ റിസൾട്ടിൻ്റെ ആ കോളത്തിൽ കിട്ടേണ്ടത്. ഇത് നമുക്ക് നെസ്റ്റഡ് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം റിസൾട്ടിൻ്റെ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈക്വൽ സൈൻ ഇട്ടതിന് ശേഷം ഈഫ് എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പം ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കാണാൻ പറ്റും. 3 ആർഗ്യുമെൻറ്റ്സ്, ലോജിക്കൽ ടെസ്റ്റും, വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫോൾസ്. അതിൽ ആദ്യത്തെ ലോജിക്കൽ ടെസ്റ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് B2 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യണം. അതായത് മാർക്സിൻ്റെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യണം. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തേത് ഓവർ 65 എന്നുള്ളത് എക്സലൻ്റ് എന്നാണ് വരേണ്ടത്. അതായത് 65-ന് മുകളിൽ മാർക്സ് ഉണ്ടെങ്കിൽ എക്സലൻ്റ് എന്നാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് B2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 65 എന്ന് കൊടുക്കണം. ഇവിടെ B2 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റർ ദാൻ 65 എന്ന് കൊടുക്കാം. അതിനുശേഷം വാല്യൂ ഈഫ് ട്രൂ എന്നാണ് കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ലോജിക്കൽ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കിന് ഒരു കോമയുണ്ട്. ആ കോമയും കൂടെ ഈ ഒരു 65 കഴിഞ്ഞിട്ട് ഒരു കോമ ഇടണം. കോമ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് വാല്യൂ ഈഫ് ട്രൂ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ വാല്യൂ ഈഫ് ട്രൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ B2 ഗ്രേറ്റർ ദാൻ 65 എന്ന് കൊടുത്തല്ലോ. അതായത് B2 എന്ന് പറയുന്ന ആ ഒരു സെല്ലിലെ 52 എന്ന് പറയുന്ന ആ മാർക്ക് 65-ന് എബോവ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആയിരിക്കും. അപ്പോൾ ആ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വരേണ്ടതെന്ന്. അപ്പോൾ നമ്മളിവിടെ ഓവർ 65 ആണെങ്കിൽ എക്സലൻ്റ് എന്നാണ് വരേണ്ടത്. അപ്പം വാല്യൂ ഈഫ് ട്രൂവിൻ്റെ അവിടെ എക്സലൻ്റ് എന്ന് കൊടുക്കണം. അത് ഡബിൾ കൊട്ടേഷൻ മാർക്സിൽ വേണം എക്സലൻ്റ് എന്ന് കൊടുക്കാനായിട്ട്. അതിനുശേഷം വീണ്ടും ഒരു കോമ ഇടണം. അത് കഴിയുമ്പോഴത്തേക്കിന് അടുത്തത് വാല്യൂ ഈഫ് ഫോൾസ് എന്നാണ്. പക്ഷേ ഇവിടെ രണ്ടിൽ കൂടുതൽ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെസ്റ്റഡ് ഈ ഫംഗ്ഷൻ ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിവിടെ വാല്യൂ ഈഫ് ട്രൂവിന് ശേഷം കോമ ഇട്ടിട്ട് വീണ്ടും ഈഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, നെസ്റ്റഡ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം കോമ ഇട്ടതിന് ശേഷം വീണ്ടും ഈഫ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് കൊടുക്കേണ്ടത്. അതായത് B2 എന്നുള്ള സെല്ല് വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ രണ്ടാമത്തെ 65 to 45 എന്നുള്ളത് ഗുഡ് എന്നാണ് കൊടുക്കേണ്ടത്. അതാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രേറ്റർ ദാൻ 65 എന്നുള്ളത് ആദ്യം കൊടുത്തത് കൊണ്ട് നമ്മളിവിടെ 65 to 45 എന്ന് അങ്ങനെ കൊടുക്കണ്ട. 45 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടെന്നുള്ള അങ്ങനെ കൊടുത്താൽ മതി. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 45 എന്ന് കൊടുക്കണം. ഇനി കോമ ഇട്ടതിന് ശേഷം വാല്യൂ ഈഫ് ട്രൂ കൊടുക്കാം. അതായത് ഇവിടെ ഗുഡ് എന്നാണ് നമുക്ക് കൊടുക്കേണ്ടത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഡബിൾ കൊട്ടേഷൻ മാർക്സിൽ ഗുഡ് എന്ന് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ക്രൈറ്റീരിയാസും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് കോമ ഇട്ടിട്ട് ഈഫ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം B2 45 to 25 ആണ്. അതുകൊണ്ട് അവിടെ B2 എന്ന് കൊടുത്തിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25 എന്ന് കൊടുക്കാം. എന്നിട്ട് കോമ ഇടുക. അതിനുശേഷം സാറ്റിസ്ഫാക്ടറി എന്നുള്ളത് ഡബിൾ കൊട്ടേഷൻ മാർക്സിൽ കൊടുത്തിട്ട് വീണ്ടും കോമ ഇടുക. അടുത്തത് ഇതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം B2 ലെസ് ദാൻ 25, അണ്ടർ 25 ആയതുകൊണ്ട് ലെസ് ദാൻ 25 എന്ന് കൊടുത്തിട്ട് കോമ ഇട്ടിട്ട് അവിടെ പുവർ എന്ന് വാല്യൂ ഈഫ് ട്രൂവിൻ്റെ അവിടെ കൊടുക്കുക.
ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്യണം. ഇവിടെ 4 തവണയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത്, അപ്പം 4 ക്ലോസിങ് ബ്രാക്കറ്റും കൊടുക്കണം. അതിനുശേഷം എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ സെല്ലിൽ ഗുഡ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ 52 എന്ന് പറയുന്നത് 45 to 65 ആയതുകൊണ്ടാണ് അവിടെ ഗുഡ് എന്ന് വന്നിരിക്കുന്നത്. ഇനി ആ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് അതിൽ ആ പ്ലസ് സിമ്പലിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം എല്ലാത്തിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓരോന്നും ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും 69 എന്ന് പറയുന്നത് ഓവർ 65 ആയതുകൊണ്ട് എക്സലൻ്റ് എന്ന് വന്നു. 19 എന്ന് പറയുന്നത് അണ്ടർ 25 ആയതുകൊണ്ട് അവിടെ പുവർ എന്ന് കാണിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് വെച്ച് നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്